നമ്മുടെ പ്രസ് മീറ്റ് ആരംഭിക്കുകയാണ്. അതിലൊക്കെയാണ് ജോസേട്ടായുടെ നാട്ടിലെയും ജോസേട്ടായുടെ സിനിമയിലെയൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ അപാറ്റത്തുനിന്ന് ആളുകൾ സംസാരിച്ചുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തും. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ചോദ്യം. ഹലോ, എൻ്റെ പേര് അമിന നിജാം. ഞാൻ ഈ ടർബോ എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമാവുന്നത് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇറ്റ് വാസ് നൈസ് എക്സ്പീരിയൻസ് വർക്കിംഗ് ഇൻ ദ മൂവി. ഈ പടത്തിൽ ഞാൻ നിരഞ്ജന എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജ് ബി ഷെട്ടിയാണ്. സോ I work as actor and writer and director in Kannada. ഈ പടത്തിൽ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, വെട്രിവേൽ ഷൺമുഖസുന്ദരം. സോ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. ഇതിക്ക് ടു എക്സിക്യൂട്ട് ദിസ് ക്യാരക്ടർ ഐ തിങ്ക് ദ ഹോൾ ടീം ഇൻക്ലൂഡിംഗ് മെഗാസ്റ്റാർ മമ്മൂട്ടി സാർ ആൻഡ് ദ ഡയറക്ടർ were so cooperative and helpful. I'll be very thankful to the audience of Kerala and to the response they are giving to the trailer and to the character. Thank you. നമസ്കാരം, മിഥുൻ മാനുവൽ തോമസ്, തിരക്കഥാകൃത്താണ്. വൈശാഖേട്ടൻ്റെ കൂടുതൽ ആദ്യത്തെ സിനിമയാണ്, നമുക്കൊരു രണ്ടാമത്തെ സിനിമയാണ്. 23-ാം തീയതി പടം റിലീസാണ്. എല്ലാവരും തിയേറ്ററിലെത്തണം, കാണണം. ജോസേട്ടായിൻ്റെ കേൾക്കുന്നില്ലേ? എല്ലാവരും 23-ാം തീയതി തിയേറ്ററിലെത്തണം, കാണണം. ജോസേട്ടായും സംഘവും 23-ാം തീയതി എത്തുകയാണ്. നമസ്കാരം, ഞാൻ മമ്മൂട്ടി. ഞാൻ ഈ പടത്തിൽ ഈ ജോസ് എന്ന ജോസേട്ടായി ആയിട്ടാണ് അഭിനയിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ പടത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത്. ഈ പടത്തിൽ ഇവരുടെ എല്ലാവരുടെയും അഭിനയിക്കാൻ പറ്റിയ അവസരം ഞാൻ വളരെ സന്തോഷവും. ഈ പടം ഞങ്ങൾ 23-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. എല്ലാവരും കാണണം. സന്തോഷം. നമസ്കാരം, എൻ്റെ പേര് വൈശാഖ് എന്നാണ്. മമ്മൂട്ടി കമ്പനിയുടെ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. മമ്മൂക്കയുടെ കൂടെ ഇതിനു മുമ്പ് 2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. രസകരമായ ഒരു അനുഭവമായിരുന്നു, സിനിമയായിരുന്നു. എല്ലാവരും സിനിമ കാണണം. 23 സിനിമയാണ്. ഞാൻ നിങ്ങളുടെ വീഡിയോ പഠിക്കും. അതെ, എനിക്ക് വളരെ സന്തോഷം. ഞാൻ മമ്മൂക്കയുടെ കൂടെ 2ാമത്തെ പടമാണത്. പക്ഷേ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിങ്ങിൽ മമ്മൂക്കയുടെ കൂടെ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനൊരു ടീമിൻ്റെ കൂടെ ഇപ്പോൾ ഇരിക്കുന്ന ഇതെനിക്ക് വളരെ പ്രൗഡായിട്ട് തോന്നുന്നു. പിന്നെ എല്ലാവരും വന്ന് സിനിമ കാണണം, അനുഗ്രഹിക്കണം. 23-ാം തീയതി റിലീസാണ്. നന്ദി. നമസ്കാരം, എൻ്റെ പേര് അഞ്ജന ജയപ്രകാശ് എന്നാണ്. ടർബോയിൽ ഞാൻ ഇന്ദുലേഖ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ കൂടെ, മമ്മൂക്കയുടെ കൂടെ, വൈശാഖ് സാറിൻ്റെ കൂടെ, മിഥുൻ ചേട്ടൻ്റെ കൂടെ, എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. 23rd പടം റിലീസാണ്. വെരി എക്സൈറ്റഡ്. എല്ലാവരും പോയി പടം കാണാം. താങ്ക് യു. നമസ്കാരം, ഞാൻ നിരഞ്ജന അനു. ടർബോ എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു സിനിമയുടെ ചെറിയ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ ക്യാരക്ടറുടെ പേര് സിത്താര എന്നാണ്. 23-ാം തീയതിയാണ് റിലീസ്. എല്ലാവരും പടം പോയി കാണണം. നമസ്കാരം, ഞാൻ ജോണി ആൻ്റണി. ഞാൻ മമ്മൂട്ടി കമ്പനിയുടെ സിനിമയിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ഞാൻ 4 സിനിമ മമ്മൂട്ടി വെച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിന് പകരമായി എനിക്ക് 40 സിനിമ അഭിനയിക്കാൻ തരാമെന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാവരും വളരെ നല്ല രസകരമായ അനുഭവമായിരുന്നു. വൈശാഖ്, മിഥുൻ, എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ വരവ് അറിയിക്കുന്ന ഒരു കഥാപാത്രമാണ്. എനിക്ക് അതിൽ അപേക്ഷ ചെയ്യാൻ പറ്റിയ ഒരു അഭിമാനമായിട്ട് തോന്നുന്നു. ജോസിൻ്റെ വരവ് അറിയിക്കുന്ന കഥാപാത്രമാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. പടം എല്ലാവരും 23-ാം തീയതി കാണുക. ഒരു വലിയ വിജയമാക്കി തരിക. നന്ദി. നമസ്കാരം, ഞാൻ സമദ്. മമ്മൂക്ക അവസരം തന്നതുകൊണ്ട് മമ്മൂക്കയുടെ 10ാമത്തെ സിനിമ ഓവർസീസ് ചെയ്യാൻ കഴിഞ്ഞ ആളാണ് ഞാൻ. ഒത്തിരി സന്തോഷം. താങ്ക് യു. സിനിമ ടർബോ ഒരു എൻ്റർടൈനറാണ്. ജോസഫ് നമുക്ക് വേറെ വാക്കുകളുടെ സിനിമ വിശേഷിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറയും. അപ്പോൾ ഞങ്ങളെല്ലാവരും എൻ്റർടൈനർ എന്നുള്ള വാക്കിൽ എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമ എന്നുള്ള വാക്കിലാണ് ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. തിയേറ്ററിൽ രസകരമാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഹ്യൂമർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ ഉണ്ട്, നിങ്ങൾ ട്രെയിലറിൽ കണ്ടതാണ്. പിന്നെ ഒരുപാട് പ്രതിഭാധനരായ ആർട്ടിസ്റ്റുകളുണ്ട്, നല്ല സാങ്കേതിക പ്രവർത്തകർ, ക്രിസ്റ്റോ അടക്കമുള്ളവർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ 5ാമത് ചിത്രം
ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അപ്പോൾ 23-ാം തീയതി എന്തായാലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, സിനിമ ഒരു വൻ വിജയമാക്കി മാറ്റുക. അതോടൊപ്പം ഇനി അല്പനേരം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്.